അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും വേണ്ടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നൈറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ഇങ്ങനെ തൊടിയിലൂടെ ഇങ്ങനെ നടന്നപ്പോഴാണ് നമ്മുടെ കൊയ്യാക്കയൊക്കെ വലുതായത് കണ്ടത് കേട്ടോ. ഞാൻ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറുതായിരുന്നു, ഇപ്പോഴൊക്കെ വലുതായിട്ട് നമ്മൾ മേടിക്കാൻ കിട്ടില്ലേ ആ ഒരു സംഭവമാണ്. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച തൈയാണ് കേട്ടോ അത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം ഞാൻ അത് ഒരെണ്ണം വലിച്ചിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ് നോക്കണം. അപ്പോൾ ചെറിയ രീതിയിൽ മധുരം കുറവുള്ള പോലെ തോന്നി എനിക്ക്. ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ക്രിസ്പി ആയിട്ടുള്ള ഒരു കൊയ്യാക്കില്ലേ, അതേപോലെയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മേടിക്കുകയൊക്കെ ചെയ്യില്ലേ, അതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ പിള്ളേര് കടയിൽ പോയിട്ട് വന്നിട്ട് എനിക്ക് പുട്ടുപൊടി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പുട്ടുപൊടി വെച്ചിട്ട് നമ്മുടെ നെയ്പത്തലൊക്കെ അല്ലേ, പൊരിച്ച പത്തിരി, അതുണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ ശരി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പണ്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. അതിലോട്ട് ക്രീമി ടെക്സ്ചറിലുള്ളൊരു മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വലിയുള്ളിയും തക്കാളി, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 3 വലിയുള്ളി, പിന്നെ മല്ലിയില, പുതിന, പച്ചമുളക്, ക്യാഷ്യൂ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ഒരു കപ്പിൽ തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ച് നല്ല ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് എടുക്കണം ഇതുപോലെ കേട്ടോ. പിന്നെ ഞാൻ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളമല്ല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പട്ടഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം നമ്മുടെ അരപ്പ് ഇതിലോട്ട് ചേർത്തി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ വഴറ്റണം കേട്ടോ, പൊട്ടി തെറിക്കുവേ. അപ്പം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ പൊടികളായിട്ട് ഞാനിവിടെ നമ്മുടെ ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കസൂരി മേത്തി, ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഒരു രീതിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതങ്ങ് വേവിക്കാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേവട്ടെ. അരച്ച ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് വേവിക്കണം, ഇല്ലെങ്കിൽ ഒരു പച്ച ചുവ അടിക്കും കേട്ടോ. പിന്നെ വേവിക്കാൻ വെച്ച നമ്മുടെ ഈ ഒരു എന്താ പറയുക എഗ്ഗൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കത്തി വെച്ച് വരഞ്ഞും കൂടെ എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തി കൊടുത്താൽ മതിയാവും. അങ്ങനെ വെള്ളമൊക്കെ കേട്ടോ എന്താ പറയുക ഇതുപോലെ ആക്കിയിട്ട് ഞാൻ ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ കുറുക്കി എടുക്കും ഞാൻ. അതാണ് എല്ലാവരും എൻ്റെ അടുത്ത് കറി എപ്പോഴും ലൂസാണ്, മൺചട്ടിയിൽ വെച്ചാൽ ഇച്ചിരി കഴിയുമ്പോൾ അത് നന്നായിട്ട് കട്ടിയിൽ വരും കേട്ടോ. പിന്നെ നമ്മുടെ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്തിയെടുക്കുക, അല്ലെങ്കിൽ പൊടിയിലോട്ട്. ഇത് പുട്ടുപൊടിയാണ് കേട്ടോ, അജ്മീൻ്റെ പുട്ടുപൊടി എടുത്തേക്കുന്നത്. അതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ കണക്ക് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായി പറഞ്ഞു തരാം കേട്ടോ. പിന്നെ തേങ്ങയിലോട്ട് ചെറിയ ഉള്ളിയും വലിയ ജീരകവും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മാവ് ഇങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ ഇതിലോട്ട്. എന്നിട്ട് നമ്മൾ ഭൂരിക്ക് പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കൽ, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ. അപ്പം ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിൽ. അപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പൊരിച്ച പത്തിരി ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക. ഞാൻ ആദ്യം 4 ഇട്ട് കൊടുത്തു, എന്നിട്ട് അതിനെ ഒട്ടിപ്പിടിക്കാണ്ട് നോക്കണേ. ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇതുപോലെ അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കുക. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചായൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഇരിക്കാൻ. കോഴിക്കറിയും ബീഫ് കറിയൊക്കെയാണ് നമുക്ക് ഇതിലോട്ട് ഏറ്റവും ടേസ്റ്റ്. അതും വറുത്തരച്ചതാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ചാനലിൽ ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ സെർവ് ചെയ്യണ വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ, അതിൽ ഷോർട്ട് വീഡിയോസ് മാത്രം. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കുക. നിങ്ങൾ ആ ചാനലിൽ കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മളിതാ മോൻക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്, അവനൊക്കെ നല്ല അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. എന്താണ് ഏതാണ് ഇന്നലെ ഞാൻ വ്ലോഗ് ഇട്ടത് ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പിന്നെ കമൻസ് ഉണ്ടോ ഞാൻ നോക്കട്ടെ എന്തൊക്കെ കമൻറ്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ എന്താണ് ജിനി ചായ കാണിച്ച് കൊതിപ്പിച്ച് എല്ലാവർക്കും ഒരു ചായ സൽക്കാരം നൽകിക്കൂടെ എന്നാണ് പറയുന്നത്. അയ്യോ അതൊക്കെ എങ്ങനെയാണ് ഞാൻ നൽകുന്നത് എന്ന് എനിക്കറിയില്ല. നോക്കാം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പറ്റുമോ എന്നുള്ളത്. പിന്നെ ത്രോട്ടിന് എന്ത് പറ്റി ചോദിക്കുന്നുണ്ട്. ത്രോട്ടിനല്ല, എനിക്ക് ജലദോഷം പിടിച്ചേക്കുക. എനിക്ക് ജലദോഷം പിടിച്ചാൽ കുറേ കാലം സൗണ്ട് ശരിയാവുകയില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എന്താണ് കുറെ പേര് അടിപൊളി ഹായ് ഇങ്ങനെയൊക്കെ മെസ്സേജ് ആക്കിയിട്ടുണ്ട്, നമുക്ക് കമന്റ് ആക്കിയിട്ടുണ്ട്. വാങ്ങിയ ഡ്രസ്സ് കാണിക്കുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഉമ്മി അതൊരു തീരുമാനം എടുത്തത് കല്യാണം കഴിഞ്ഞ ശേഷം ഡ്രസ്സ് കാണിക്കാന്നാണ്. നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കാണുന്നതല്ലേ, അപ്പൊ നമ്മുടെ ഡ്രസ്സ് പിന്നെ ഒരു പുതുമ തോന്നൂല. ഓക്കെ, അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുക. കല്യാണത്തിന് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം കേട്ടോ. അങ്ങനെ ഞാന് എന്താ പറയാ കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പോയി ഉറങ്ങി എണിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ഈ കാണുന്നത്. പാല് വന്നിട്ടുണ്ടായിരുന്നു, പോയി പാലൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ കിച്ചണിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഫുള്ള് കളഞ്ഞിട്ടുണ്ട്. കളയാൻ വേണ്ടി വാതിലൊക്കെ ഒന്ന് തുറന്നെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പാക്ക് എടുത്തില്ലേ ഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്, ഉപ്പാക്ക് വൈറ്റ് ഷർട്ടാണ് എടുത്തേക്കുന്നത്. ഉപ്പ അറിയാണ്ട് എടുക്കേണ്ടി വന്നു കേട്ടോ. വേണ്ട വേണ്ട തന്നെയുള്ളൂ പറയുക. പിന്നെ പുറത്ത് പോകുമ്പോൾ ആൺകുട്ടി ഉപ്പയെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് ഞാനിതാ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ജനലൊക്കെ ഒന്ന് തുറന്ന് നമ്മൾ ചായ പരിപാടിക്ക് നിൽക്കുകയാണ്. രാവിലത്തെ നമ്മുടെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചാലല്ലേ ഒരു ഉഷാറ് കിട്ടുള്ളൂ. പിന്നെ എന്നോട് ചോദിച്ചിരുന്നു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബുക്കിൽ എഴുതിയിട്ട് നോക്കി വായിക്കുകയാണോന്ന്. ഒരിക്കലും അല്ല, അതൊരിക്കലും നടക്കൂല. കാരണം നമ്മുടെ അത്യാവശ്യം വലിയ വലിയ വീഡിയോസ് അല്ലേ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ കുറച്ച് കമ്മിയാക്കുന്നത്. ഇതാവുമ്പോൾ എനിക്ക് റിലാക്സ് ആണ്, നിങ്ങൾക്കും കാണാനും എളുപ്പമാണ് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇടക്ക് പിന്നെയും കൂട്ടും, ഇടക്ക് കമ്മിയാക്കും. അങ്ങനെയൊക്കെ ആയി പോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ബുക്കിൽ എഴുതിയിട്ട് നമുക്ക് പറ്റൂല. പിന്നെ നമുക്ക് പ്രൊമോഷൻ വർക്കൊക്കെ വരികയാണെങ്കിൽ അവരുടെ കണ്ടന്റൊക്കെ നമുക്ക് എന്തായാലും ബുക്കിൽ നമ്മുടെ ഒരു രീതിയിൽ എഴുതിയെടുക്കണം, പോയിന്റ്സും കാര്യങ്ങളൊക്കെ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് വരും. ഇപ്പം എന്താ പറയുക, ടി വിയിൽ ആഡ് കൊടുക്കുന്ന പോലെ തന്നെയാണ് അത്യാവശ്യം റീച്ചായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ പേജിലും യൂട്യൂബിലൊക്കെ ആഡ് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ എന്നല്ല, ആ ഒരു റേറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മൾ ടി വിയിലും അവിടെ ഇവിടെയൊക്കെ കൊടുക്കുമ്പോൾ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതേപോലെ എനിക്കിപ്പോൾ അടുത്ത് ഒരു വർക്ക് വന്നത് എന്താ പറഞ്ഞാൽ ഫ്രണ്ട് ആപ്പ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗെയിമിംഗ് ആപ്പ്. അപ്പോൾ അത് രണ്ടും എനിക്ക് ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ, അതായത് രണ്ടും എനിക്ക് റോങ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നെ അവര് പർപ്പിൾ ഇതിൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മളെല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്, ക്രീമും കാര്യങ്ങളൊക്കെ. അത് എനിക്ക് പ്രൊമോഷൻ ചെയ്യണോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ആപ്പ് ഞാൻ എന്തായാലും എടുക്കൂലെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ ഒത്തിരി ആൾക്കാരുടെ കണ്ടിട്ട് അവർക്ക് ട്രോള് കിട്ടിയതും, അത് മാത്രമല്ല, ട്രോള് മാത്രമല്ല, അത് ഡേറ്റിംഗ് ആപ്പാണ്, ഫ്രണ്ട് ആപ്പല്ല, ഡേറ്റിംഗ് ആപ്പാണ് കേട്ടോ എനിക്ക് വന്നത്. എനിക്കെന്തോ അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എനിക്ക് 2 മക്കളാണ് വളർന്നു വരുന്നത്. അവരൊക്കെ ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കത് വേണ്ട എന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് എനിക്ക് തന്നെ എൻ്റെ മൈൻഡിൽ തോന്നി. ഞാൻ ഇല്ല, താല്പര്യമല്ല എന്ന് പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വാഷിങ്ങിന് ഇട്ടു. പിന്നെ വേഗം പോയി ചിക്കൻ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മോൻ്റെ സ്കൂളിലെ ആനുവൽ ആണ്, ഇന്ന് ഈവനിങ് ആണ് ആനുവൽ. ഇതിപ്പോൾ ബുധനാഴ്ച രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് വരുമോയെന്നറിയില്ല, വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. അവർ വരികയാണെങ്കിൽ വൈകുന്നേരത്തിന് എന്തെങ്കിലുമൊക്കെ ഫുഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ വേഗം നമ്മുടെ പാത്രങ്ങൾ, ചായപാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അത് കഴുകിയെടുക്കണം. പിന്നെ ഇന്ന് ഉമ്മാക്കും ഉപ്പാക്കും ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ്. അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും വേഗം ഉണ്ടാക്കണം. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഉമ്മാക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം പാല് പിഴിഞ്ഞതാണ്. എനിക്കും റിഹാനുക്കുമാണ് ഒട്ടും ഇഷ്ടമല്ലാത്തത്. ബാക്കി 4 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലത്തെ മുട്ടക്കറി ബാക്കി ഉണ്ടായിരുന്നു, അപ്പൊ ഇന്ന് പാല് പിഴിഞ്ഞതും കൂടെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ വേഗം പോയി അടിച്ചു വാരലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടിച്ചൊക്കെ വാരിയ ശേഷം നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇടിയപ്പത്തിന്റെ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ നമ്മുടെ കുറെ കാര്യങ്ങൾ ഞാൻ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് കഹാനി നിങ്ങളുടെ ഷോപ്പാണോന്ന് അതിപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. കഹാനി അത് ഞാനും അതിലൊരു പാർട്ട്ണറാണ്. നമ്മൾ പുതിയ സ്റ്റോക്കൊക്കെ ഇറക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇറക്കുമ്പോൾ എന്തായാലും നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇടിയപ്പം ഞാൻ എപ്പോഴും നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കാറ്. അജ്മീൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ, ഇടിയപ്പപ്പൊടി ഒക്കെ അതാണ് യൂസ് ചെയ്യാറ്. എനിക്ക് അതാണ് കംഫർട്ട്. ഇതിലോട്ട് നമ്മൾ എപ്പോഴും നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം, എന്നാൽ തന്നെ നല്ല സ്മൂത്തായിട്ട് പീച്ചാൻ കിട്ടുള്ളൂ കേട്ടോ. പീച്ചാന്ന് തന്നെയല്ലേ പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ? ഞങ്ങളവിടെ ഇങ്ങനെ തന്നെയാട്ടോ പറയാ. അപ്പോൾ ഇതാ കുറച്ച് ചൂടോട് കൂടി തന്നെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇച്ചിരി ചൂടാറുമ്പോൾ ഈ മാവ് കംപ്ലീറ്റ് നമുക്കൊന്ന് കുഴച്ച് സെറ്റാക്കിയും കൂടെ എടുക്കാം കേട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് കേട്ടോ കിട്ടിയത്. ഈ ഒരു അച്ച് വാങ്ങിച്ച മുതൽ എനിക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഒന്ന് പീച്ചിയെടുത്ത് ഇതൊന്ന് ആവി കയറ്റാനും കൂടെ വെക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാത്ത. എൻ്റെ ഗ്രൈൻഡറിന് ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇഡ്ഡലിയാണ് ഇപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ കാണാത്തൊരു സംഭവം അല്ലേ. അല്ലെങ്കിൽ എപ്പോഴും ചിരിത്ത ഇഡ്ഡലി തന്നെയാണല്ലോ എന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കുമായിരുന്നു. ഇനിയിപ്പോ ഒരു ദിവസം പത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പത്തിരി ഉണ്ടാക്കുമ്പോൾ എന്താ ഉപ്പാക്ക് വേറെ ഒന്നും ഉണ്ടാക്കണം. ഉപ്പ പത്തിരി കഴിക്കൂല. അതുകൊണ്ടാണ് ഞാൻ പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് മടിച്ച് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇടിയപ്പൊക്കെ റെഡിയായി ഞാൻ ഇതുപോലെ കാസറോളിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ തേങ്ങ കൊത്തി, ഇപ്പൊ മാക്സിമം ഞാൻ കൊത്തി എടുക്കുന്നതാണ്, ഒന്നുകൂടി ഈസിയാണ്. പിന്നെ സമയവും ലാഭം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഇവിടെ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതില് നമുക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ച് നമ്മൾ സാധാരണ അരിപ്പിയിൽ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ റെഡി. അരിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ പഴം ഇതിൽ തന്നെ ഇട്ട് അടിക്കരുത് കേട്ടോ. പഴം നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നല്ല പഴുത്ത പഴം എടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് അത് അമത്തി അങ്ങനെ എടുക്കും. പിന്നെ ഇന്നലത്തെ മുട്ടക്കറി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഞാൻ ഒന്ന് സ്ക്രാമ്പിൾ പോലെ 2 എഗ്ഗ് അതിലോട്ട് ഇട്ടിട്ട് കറിയും ഒഴിച്ചപ്പോഴാണ് അതിലൊരു എഗ്ഗ് ഉള്ളത് ഞാൻ കണ്ടത് കേട്ടോ. പക്ഷെ അത് റിഹാൻ തന്നെ കഴിച്ചോളൂ. അയാള് പിന്നെ ഈ ഒരു പഴവും പിഴിഞ്ഞ് തന്നെയാട്ടോ കഴിക്കുന്നത്. ഇതുപോലെ പഴം ഇങ്ങനെ ആക്കിയെടുക്കുക. നമ്മൾ ഒരിക്കലും മിക്സിയിൽ അടിച്ചെടുക്കരുത് കേട്ടോ പഴം. അങ്ങനെ പാൽ അവിടെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. പഴം ഇതാ ഇതുപോലെ ഇങ്ങനെ കൊത്തി ഇതിനെന്താ പറയാ എനിക്ക് അറിയണില്ല, സ്മാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് വീണ്ടും ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ആക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ പാലും പഴവും പിഴിഞ്ഞത് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് വേഗം കൊണ്ടുവച്ചിട്ടുണ്ട്. ഉമ്മി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയിട്ട് ചായക്കും വെള്ളം വെച്ച് ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചായ എല്ലാം കുടിച്ചിട്ട് അവർ പോകും കേട്ടോ. അതിനുശേഷം എൻ്റെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ചിലപ്പോൾ ഇതോടെ മതിയാക്കും. അങ്ങനെ ഇതാണ് അയൻകുട്ടി ഇങ്ങനെ ടീസിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ പറ്റുകയല്ല കേട്ടോ. അങ്ങനെ ഉമ്മയും പോവാൻ റെഡി. ഫോട്ടോ മാസ്റ്റർ താങ്ക് യു. ശരി ശരി. ശരി.
അങ്ങനെ അവരെല്ലാവരും പോയി. ഞാനും റിഹാനും ഇനി കഴിക്കാനുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളും ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് ചായ എല്ലാം കുടിച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വ്ലോഗുമായിട്ട് ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ. കഴിച്ചിട്ട്